പുലി വരുന്നു എന്ന ചെറുകഥയുടെ ബാക്കി ഭാഗം. മണ്ണിൽ നിന്നും ഒരുവിധം എഴുന്നേറ്റ് നിന്നു. കേളുനായർ അന്തം വിട്ടു. പറമ്പ് ശൂന്യമായിരിക്കുന്നു. പറമ്പിന്റെ തെക്കോരത്ത് മാത്രം 5-8 സ്ത്രീകൾ നിന്ന് പുലിയെ നോക്കുന്നുണ്ട്. കേളുനായർക്ക് വിശ്വസിക്കാനായില്ല. പുരുഷന്മാർ മുഴുവൻ ഭയന്നോടുന്നത് കണ്ടിട്ടും ചഞ്ചലപ്പില്ലാതെ നിൽക്കുന്ന സ്ത്രീകൾ. അവർ ചിരിക്കുകയും എന്തൊക്കെയോ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് മരണത്തെ ഭയമില്ലേ? എന്താണിവർ പറഞ്ഞു രസിക്കുന്നത്? അയാൾ പതുക്കെ നടന്ന് സ്ത്രീകൾക്കടുത്തെത്തി. അവരുടെ പ്രകാശം തുടിക്കുന്ന മുഖങ്ങളും തിളക്കമേറിയ കണ്ണുകളും അയാളുടെ വിസ്മയമായി. ഒരു വേലപ്പറമ്പിൽ എത്തിപ്പെട്ടവരെ പോലെ പൂത്തുലയുന്ന പെൺകുട്ടികൾ. ഇവർ കാണുന്നത് കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു പുലിയെ തന്നെയാണോ? പെൺകുട്ടികൾക്കടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് കേളുനായരുടെ മനസ്സിൽ ഒരു നരിമാന്തിക്കായ കൊളുത്തു വലിച്ചു. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് നടുങ്ങി നിന്നു. പെൺകുട്ടികൾക്കിടയിൽ അല്പം വെളുത്ത് കൊലുന്നനെയുള്ളവൾ തൻ്റെ കമലമല്ല എന്നയാൾ ഉറപ്പിക്കാൻ പണിപ്പെട്ടു. ശ്രമം പാഴായപ്പോൾ വീണ്ടും കണ്ണു തുറന്നു. കമലയുടെ മുഖത്ത് ഒരു വാകമരം തന്നെ പൂത്തിരിക്കുന്നു. ഈ കഥയുടെ ബാക്കി അടുത്ത ദിവസം.